കാപ്പട്യത്തിന്റെ കളങ്കിത വഴികളുടെ ഉറവിടം തേടി പടികടന്നെത്തിയ ആദർശ വ്യതിചലനത്തിന് വഴിവെട്ടിയ ആദർശ വൈരികളുടെ ചരിത്ര വർത്തമാനങ്ങൾ ഇസ്തിഖാമ ആദർശ സെഷനിൽ തുറന്നു കാണിച്ചുകൊണ്ട് ഉസ്താദ് CK മൊയ്തീൻ ഫൈസി കോണമ്പാറ വേദിയെ അഭിസംബോധന ചെയ്യുന്നു. ആദരപൂർവ്വം അധ്യക്ഷന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറദല്ലാഹ്. ഈ മഹത്തായ സ്ഥാപനത്തിന്റെ മഹാനായ കാര്യദർശി സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, മറ്റു മഹാന്മാരായ ഉസ്താദുമാരെ, സയ്യിദന്മാരെ, പണ്ഡിതരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ പറയുന്നത് കേൾക്കുന്നത് എല്ലാം പുണ്യകർമ്മങ്ങളായി സ്വീകരിക്കട്ടെ. സലഫിസത്തിന്റെ ആദർശ വ്യതിയാനങ്ങളുടെ ചരിത്രവും വർത്തമാനവുമാണ് ഈ സെഷനിൽ ഇവിടെ ചർച്ച ചെയ്യുന്നത്. വലിയ പണ്ഡിതനും ഹംബലി മദ്ഹബുകാരനുമായിരുന്ന ഇബ്നു തൈമിയ്യയുടെ അധ്യാപനങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ഇബ്നു അബ്ദുൽ വഹാബ് രൂപപ്പെടുത്തിയെടുത്ത ഒരു നജ്ദിയൻ പ്രസ്ഥാനമാണ് സലഫിസം. അതിന്റെ കഥ വേഗം പറഞ്ഞാൽ നാടൻ ഭാഷയിൽ പണ്ടുമ്മാ ചുട്ടിയാത്താന്റെ കൊടന്റെ കഥ പറയും പോലെയാണ്. ചെറുപ്പത്തിൽ പുതുനാരിയായി വന്ന കാലത്ത് ഭർത്താവ് ഒരു കൊട വാങ്ങിക്കൊടുത്തു. കുറെ കഴിഞ്ഞപ്പോൾ അതിന്റെ ശീല ഒന്ന് മാറ്റേണ്ടി വന്നു. അത് മാറ്റി. പക്ഷെ അന്നും മൂപ്പത്തിയേര് പറയലുണ്ടായിരുന്നത് കുട്ടികളെ വാപ്പ വാങ്ങി തന്ന കൊടയാണ്. കുറെ കഴിഞ്ഞപ്പോൾ അതിന്റെ പിടികേട് വന്നു, അത് മാറ്റി. അപ്പോഴും പറയും ഇത് കുട്ടികളെ വാപ്പ എനിക്ക് വാങ്ങി തന്ന കൊടയാണ്. പ്രായം കുറെ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞപ്പോ അതിന്റെ കമ്പിയും എല്ലാം ഓരോന്ന് ഘട്ടത്തിൽ മാറ്റി 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 വന്നു. അവസാനം എല്ലാം പുതിയതായപ്പോഴും അന്നും പറയും മാചുട്ടിയാത്തത് പണ്ട് ഞാൻ ഇവിടെ വന്ന കാലത്ത് കുട്ടികളെ വാപ്പ എനിക്ക് വാങ്ങി തന്ന കൂടെയാണ്. ഇബ്നു തൈമിയ്യ ചില ആശയ വ്യതിയാനങ്ങളൊക്കെ വന്നപ്പോൾ അക്കാലത്ത് മഹാനായ ഇമാം സുബ്കി തങ്ങളെ പോലുള്ളവരൊക്കെ അതിനെതിരെ ശക്തമായി ആഞ്ഞടിച്ചു. അതിനെതിരെ ആഞ്ഞടിച്ചപ്പോൾ സ്വന്തം ശിഷ്യന്മാരെ പോലും ഇബ്നു തൈമിയ്യക്ക് തന്റെ പക്ഷത്ത് നിർത്താൻ കഴിഞ്ഞില്ല. വളരെ ഒറ്റപ്പെട്ടവർ മാത്രം നിന്നു. അങ്ങനെയാണ് ആ കൂട്ടത്തിൽപ്പെട്ടതാണ് ഇബ്നു ഖയ്യിം എന്നത്. പിന്നീട് ആ ഇബ്നു തൈമിയ്യയുടെ ആശയങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് പിൻകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹുനാലിക തത്ലു ഖർനു ശൈത്താൻ, ഷെയ്ത്താന്റെ കൊമ്പെവിടെയാണ് പൊന്ത എന്ന് പറഞ്ഞ നജ്ദിൽ ഇബ്നു അബ്ദുൽ വഹാബ് വരുന്നതും ഇബ്നു അബ്ദുൽ വഹാബ് ആ ആശയങ്ങളൊക്കെ എടുത്ത് ഇബ്നു അബ്ദുൽ വഹാബിന്റെ വക പലതും കൂട്ടിക്കൊടുത്ത് പിന്നെ അതിന്റെ പല ഭാഗങ്ങളും മാറ്റിയെടുത്തു. അപ്പോഴും അവർ മദ്ഹബ് സ്വീകരിക്കുന്നവരായിരുന്നു, നെഞ്ചിന്റെ താഴെ കൈകെട്ടുന്നവരായിരുന്നു, ഏറെക്കുറെ നമ്മുടെ ആശയങ്ങളോട് ആദർശങ്ങളോട് യോജിച്ചുകൊണ്ട് തന്നെയായിരുന്നു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ അവരിൽ പലരും വന്നു വരുത്തി. ആ കാലങ്ങളിലൊക്കെ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിലൊക്കെ ഇവർക്കെതിരെയുള്ള ശക്തമായ ഭാഷ നമുക്ക് കാണാൻ കഴിയും. തുഹ്ഫയുടെ ഷെർവാനിയിൽ ഇബ്നു തൈമിയ്യയെ പിന്തുടർന്നവരെ കുറിച്ച് പറഞ്ഞ് അവസാനം ഖദലഹുമുല്ലാഹ് എന്നൊരു പ്രയോഗം അവിടെ കാണാം. ഇതുപോലെ മഹാന്മാരും ഇതുപോലുള്ള പ്രയോഗങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. അഫമൻ സുയ്യന ലഹു സൂഉ അമലിഹി ഫറആഹു ഹസന എന്ന ആയത്ത് വിശദീകരിച്ച് ഇബ്നു അബ്ദുൽ വഹാബിന്റെ ആശയങ്ങളെ നിശിതമായി വിമർശിക്കുന്ന ചില ഭാഗങ്ങൾ തഫ്സീർ സ്വാവിയിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നീട് ഒരുപാട് മാറ്റങ്ങൾ വന്നു. ആ പ്രസ്ഥാനം പലതായി പിളർന്നു. പലതായി പിളർന്ന കൂട്ടത്തിൽ ചരിത്രത്തിൽ പല മാറ്റങ്ങൾ സംഭവിച്ചു. സൻആനിന്റെ കാലം വന്നപ്പോൾ മദ്ഹബ് നിഷേധത്തിലേക്ക്, തഖ്ലീദ് നിഷേധത്തിലേക്ക് വരാൻ തുടങ്ങി. നൈനുൽ ഔത്താന്റെ ഷൗക്കാനിന്റെ കാലം വന്നപ്പോൾ അതുവരെ ആരും പറയാത്ത കയ്യും നെഞ്ചിന്റെ മുകളിൽ ഈ ഡേഞ്ചറിന്റെ ചിഹ്നം വെക്കുന്ന ഒരു രീതിയിലേക്ക് വന്നു. ഇത് കാര്യം അതുപോലെ തന്നെയാണ്, ഇത് കാര്യം അപകടമാണ്.
അങ്ങനെ പിന്നീട് അത് പലതായിത്തീരുന്നു. ഇഖ്വാനുൽ മുസ്ലിമീൻ ബ്രദർഹുഡായി, കുറെ അഹ്ലെ ഹദീസായി, അതിൽ നിന്ന് പലതും കൂട്ടിക്കൊടുത്ത് ജമാഅത്തെ ഇസ്ലാമിയായി, ഇങ്ങനെ പല വിഭാഗങ്ങളായി അവർ വന്നു. ദൈവബന്ദി പണ്ഡിതർ എന്നറിയപ്പെടുന്ന തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകളും പണ്ഡിതനും പല കാര്യത്തിലും നമ്മോട് യോജിച്ചു പോയിരുന്ന നദ്വി സാഹിബ് വരെ കുറെ കാര്യങ്ങൾ ഈ ഇബ്നു അബ്ദുൽ വഹാബിന്റെ ആശയങ്ങളെ ശരിവെച്ചുകൊണ്ടാണ് അഖീദ ഇബാദത്ത് സുലൂക്കിൽ പറയുന്നത്. തൗഹീദിൽ നിന്ന് ജനങ്ങൾ വ്യതിചലിച്ചപ്പോൾ അതിന്റെ തനിമ നിലനിർത്താനായി വന്ന മഹാനായ പണ്ഡിതനായിട്ടാണ് ഇബ്നു തൈമിയയെ പരിചയപ്പെടുത്തുന്നതും ഇബ്നു തൈമിയ കൊണ്ടുവരികയും ഇബ്നു ഖയ്യിം പിന്തുടരുകയും ചെയ്തതാണ് ശരിയായ തൗഹീദ് എന്ന് അദ്ദേഹവും പറഞ്ഞു. അങ്ങനെ ഇത് പലതായി തിരിഞ്ഞു. അവസാനം ഈ വഹാബി പ്രസ്ഥാനം കേരളത്തിലും അത് പല വിഭാഗങ്ങളായി, ആകെ 3-4 ആളാണെങ്കിലും അത് 7-8 വിഭാഗങ്ങളായി അവർ തിരിഞ്ഞു. അവസാനം ഇപ്പൊ ഈ അടുത്ത് നമ്മൾ കേട്ട ഒരു വിവാദം, സ്വർഗത്തിലുള്ള കുറച്ച് ആളുടെ പ്രാഥമിക ലിസ്റ്റ് ആരോ പുറത്തിറക്കി എന്ന് പറഞ്ഞു. ഗാന്ധിജി മുതൽക്ക് AKG വരെയുള്ള പല ആളുകളും അതിലുണ്ട്. കാര്യം മനസ്സിലാക്കണം, ഈ ആശയങ്ങളൊക്കെ എവിടെ നിന്ന് വന്നതാണ് എന്ന് കൂടി നമ്മൾ ആലോചിക്കണം. അത് വഹാബിസവും കമ്മ്യൂണിസവും സംഗമിച്ചപ്പോൾ ഉണ്ടായിത്തീരുന്ന ചിലതാണ്. കോഴിക്കോട് നിന്നിറങ്ങുന്ന നമ്മുടെ കേരളത്തിലെ ഒരു വഹാബി പ്രസ്ഥാനത്തിൻ്റെതായി വന്ന ഒരു പ്രസിദ്ധീകരണത്തിൽ വന്ന ഒരു ഭാഗം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഇത് പിന്നീട് അവർ തിരുത്തിയതായിട്ട് എന്റെ അറിവിൽപ്പെട്ടിട്ടില്ല. ശബാബിലാണ് വന്നത്. 2009 ആയപ്പോഴേക്ക് അവർക്ക് വന്ന മാറ്റം സർവമത സത്യവാദത്തെ വിമർശിച്ചുകൊണ്ട് വന്ന എഡിറ്റോറിയലാണ്. സർവമത സത്യവാദം ശരിയല്ല, എന്നാൽ ഇസ്ലാം മാത്രമേ ശരിയുള്ളൂ എന്ന് പറയുന്നുമില്ല. ഈ രീതിയിലേക്ക് അവര് എത്തി. സാമുദായികവും സമ്പ്രദായികവുമായ മതധാരണക്കും സർവമത സത്യവാദത്തിനും മധ്യയുള്ള സൂക്ഷ്മവും വിശാലവുമായ ആദർശമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇതിനെ പരിചയപ്പെടുത്തുന്നത്. ഏത് മതക്കാരനാണെങ്കിലും ഏകനായ ലോകരക്ഷിതാവിലും അന്ത്യനാളിലും വിശ്വസിച്ചാലേ മോക്ഷത്തിന് ഭയമോ ദുഃഖമോ ഇല്ലാത്ത ശാശ്വത ജീവിതത്തിന് അർഹത ലഭിക്കൂ എന്ന് പറയുന്നുണ്ട്. എന്നാൽ മുസ്ലിം സമുദായത്തിൽ അംഗമാവുകയും സാമുദായിക ചട്ടക്കൂടിനകത്ത് ജീവിക്കുകയും ചെയ്താൽ മാത്രമേ മോക്ഷം ലഭിക്കൂ എന്ന ധാരണയെ ഈ സൂക്തങ്ങൾ നിരാകരിക്കുന്നു എന്ന് ഖുർആന്റെ ചില സൂക്തങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് അവരും പറയുന്നു. ഇതാ വ്യക്തിയുടെ അഭിപ്രായമാണോ നമുക്കറിയില്ല. എഡിറ്റോറിയലാണ്. ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മൗലവി എഴുതിയ ലേഖനമാണ്. ഈ ഒരു ആശയത്തിലേക്ക് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇതിന്റെ ബാഹ്യം യുദ്ധത്തിലേക്ക് എത്തിക്കുന്ന സംഗതികളാണ്. എഴുതിയ ആളോട് വിശദീകരണം ആവശ്യപ്പെടേണ്ടതുമാണ്. ഈ വിധത്തിൽ ദീനിന്റെ ഒറിജിനൽ രൂപം ഞാൻ നേരത്തെ പറഞ്ഞ കൊടയുടെ കഥ പോലെ ഓരോന്നോരോന്ന് മാറ്റി 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 ദീനിന്റെ ഒരംശം പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് വർത്തമാന സലഫിസത്തിന്റെ വലിയ ഒരു ഭാഗം എത്തി നിൽക്കുന്നത് എന്ന് മാത്രം അതിന്റെ ഗൗരവം അറിയിച്ചുകൊണ്ട് എന്റെ ആമുഖ ഭാഷണം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. തുടർന്നുള്ള ചർച്ചകളിലേക്ക് നമുക്ക് കടക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കി അത് ഉൾക്കൊള്ളുവാനും ബാത്തിലായി തിരിച്ചറിഞ്ഞത് വർജിക്കുവാനും നമ്മെ അവൻ അനുഗ്രഹിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും അല്ലാഹു ഹിദായത്ത് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.